ശബരിമല കേസ് പുതിയ മാനത്തിലേക്ക് പോകുന്നു. ഇന്ന് ഹൈക്കോടതിയിൽ SIT റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത് സംസാരിച്ച് ഒരുപക്ഷെ വീഡിയോ അപ്ലോഡ് ചെയ്തൊക്കെ വന്ന് ആ സമയമൊക്കെ ആകുമ്പോൾ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുക്കും. അതിൻ്റെ പൊട്ടും പൊടിയും ഒക്കെ പുറത്തു വരും. പൂർണ്ണമായി ഇതുവരെ ഹൈക്കോടതി ഒളിവ് വിട്ടിട്ടില്ല. ഈ സമയത്ത് ഒരു രാധാകൃഷ്ണൻ, ജഡ്ജിയായിട്ടുള്ള ഒരു രാധാകൃഷ്ണൻ ആണ്, അതായത് വിജിലൻസ് ജഡ്ജിയാണ് അദ്ദേഹം. ബേസിക്കലി ഒരു ജഡ്ജിയാണ്, അതോടൊപ്പം തന്നെ വിജിലൻസ് കമ്മീഷണറുമാണ്. അങ്ങനെ വിജിലൻസ് കമ്മീഷണറായിട്ടുള്ള ഒരു രാധാകൃഷ്ണനാണ് ഈ വിഷയങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നത് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വിഷയങ്ങൾ മുഴുവൻ പുറത്തു കൊണ്ടുവന്ന ഒരു കമ്മീഷണറുടെ വർത്തമാനവും ഇതിനകത്തുണ്ട്. മറ്റൊരു പേര്, ആരും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു പേര് കിടപ്പുണ്ട്. ആ പേര് വേറൊന്നുമല്ല, മനോജ് എന്ന് പറയുന്ന ഒരു കമ്മീഷണറുണ്ട്. ആ മനോജ് എന്ന് പറയുന്ന കമ്മീഷണറെ നാളിതുവരെ, രാധാകൃഷ്ണൻ അല്ല ഞാൻ പറഞ്ഞ പേര്, ജയകൃഷ്ണൻ, R ജയകൃഷ്ണൻ എന്നാണ് പേര്. അപ്പോൾ R ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കമ്മീഷണർ, ദേവസ്വം കമ്മീഷണർ, വിജിലൻസ് കമ്മീഷണർ ആയിരുന്ന ഒരാൾ കൊടുത്ത ഒരു റിപ്പോർട്ടിൽ നിന്നാണ് ഇത് മുഴുവൻ തുടങ്ങിയിരിക്കുന്നത്. മനോജ് എന്ന് പറയുന്ന ഒരു ദേവസ്വം കമ്മീഷണറെ, വിജിലൻസ് കമ്മീഷണറെ, ദേവസ്വം കമ്മീഷണറെ, അദ്ദേഹം ജഡ്ജിയോ മറ്റുമാണ്, ഇദ്ദേഹം ജഡ്ജിയാണ്. ഈ ഞാൻ പറഞ്ഞ ജയകൃഷ്ണൻ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. KP ശങ്കരദാസ് പക്ഷാഘാതം പിടിച്ചു കിടക്കുന്നു എന്നറിയുന്നു, അദ്ദേഹത്തെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. വിജയകുമാർ വളരെ രസകരമായിട്ട് വിജയകുമാർ അങ്ങ് രക്ഷപ്പെട്ടു. വിജയകുമാർ പറഞ്ഞു, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, സഹാവ് ഫയൽ വിട്ടു, ഞാൻ ഒപ്പിട്ടു. സഹാവ് വിട്ടു, ഞാൻ ഒപ്പിട്ടു, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഈ വിജയകുമാറിനെ നേരത്തെ ഈ ബന്ധുവായി ബന്ധപ്പെടുത്തി, പണിമുടക്കുമായി ബന്ധപ്പെടുത്തി ബഹളം ഉണ്ടാക്കിയതിന് അറസ്റ്റ് ചെയ്യുകയും സർവീസിൽ നിന്നുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. തിരുവല്ല ലോക്കൽ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം, പാർട്ടിയുടെ സാധാ ആളാണ്. പക്ഷേ സെക്രട്ടേറിയറ്റിൽ ജോലി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് റിട്ടയർ ആയതിനു ശേഷമാണ് ഇതിൻ്റെ ദേവസ്വം ബോർഡ് അംഗമായത്. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, നമ്മുടെ പത്മകുമാർ ഫയൽ വിട്ടു, ഞാൻ ഒപ്പിട്ടു, ഞാൻ വായിച്ചു പോലും നോക്കിയില്ല. എന്ത് ദേവസ്വം ബോർഡ് മെമ്പർ? ദേവസ്വം ബോർഡിൽ ആപ്പാടെ 3 പേരാണുള്ളത് മെമ്പർമാരെന്ന് പറയാൻ. ഒന്ന് പത്മകുമാർ, പിന്നെ 2 മെമ്പർമാർ. ഇവർ ഫയലുകൾ വായിച്ചു നോക്കണ്ടേ? മലയാളത്തിലല്ലേ, എന്താണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് പഠിക്കണ്ടേ? പഠിക്കാതെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ D മണി ഇന്ന് തിരുവനന്തപുരത്ത് വരുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്യും മുമ്പേ തന്നെ ധാരാളം വിഗ്രഹങ്ങളും സ്വർണവും ഒക്കെ പല ക്ഷേത്രങ്ങളിലേതും D മണി വാങ്ങിയിട്ടുണ്ടെന്ന് സമ്മതിച്ചതായിട്ടുള്ള ഔപചാരികമല്ലാത്ത വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതതിൻ്റെ അപ്ഡേറ്റ്. നമ്മൾ ശബരിമല കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ ഒന്ന്, ഞാനീ പറഞ്ഞില്ല, ജയകൃഷ്ണൻ ജഡ്ജി ആയിരുന്ന ദേവസ്വം വിജിലൻസ് കമ്മീഷണറായിരുന്ന R ജയകൃഷ്ണൻ കൊടുത്ത റിപ്പോർട്ടാണ് ഇതിൻ്റെ ഒരു പിൻബലം. അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം വന്നത്. മനോജ് എന്ന് പറയുന്ന കമ്മീഷണർ, ദേവസ്വം കമ്മീഷണർ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. വിജയകുമാറിനെ പിടിച്ചപ്പോൾ വിജയകുമാർ എല്ലാം കൂടി പത്മകുമാറിന്റെ മണ്ടേ വെച്ച് കൊടുത്തിട്ടുണ്ട്. KP ശങ്കരദാസ് പക്ഷാഘാതമായി കിടക്കുന്നു. മണിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ചർച്ച കൊണ്ടുപോകുന്നു, അന്വേഷണം നടക്കുന്നു. ഇതിനിടയിലാണ് 2 ചോദ്യങ്ങൾ വളരെ ഗൗരവമായി പുറത്തു നിൽപ്പുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രി ഒരു ആംബുലൻസിന്റെ താക്കോൽ കൈമാറുമ്പോൾ ആ താക്കോലിന്റെ ഒരു പ്രതിരൂപമായ വലിയൊരു താക്കോലിന്റെ രൂപം, ഒരു സിംബോളിക്കായിട്ടുള്ളൊരു താക്കോൽ കയ്യിൽ പിടിക്കാനും ആ താക്കോൽ കയ്യിൽ കൊടുക്കാനും ആ താക്കോല് കൊടുത്തതിന് ശേഷം കൈമാറിയതിനു ശേഷം മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാനും മുഖ്യമന്ത്രി ചിരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുഖ്യമന്ത്രിക്കുള്ള ബന്ധമെന്ത്? കൃത്യമാണ് ചോദ്യം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കടകംപള്ളി സുരേന്ദ്രൻ കത്ത് കൊടുത്തു, ശബരിമലയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് പത്മകുമാർ പറയുന്നത്. എന്തിന്, എങ്ങനെ കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണനുമായി പരിചയം? സോണിയാഗാന്ധി എന്ന് പറയുന്ന ആളിന്, വ്യക്തിക്ക് അല്ലെങ്കിൽ വനിതയ്ക്ക് അത്ര എളുപ്പത്തിൽ നമ്മൾ ആര് വിചാരിച്ചാലും അപ്പോയിൻമെന്റ് കിട്ടാത്ത സോണിയാഗാന്ധിക്ക് തിരുവനന്തപുരം ജില്ലയിലെ കാരേറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ
വീട്ടിലെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ വീട്ടിലെത്താൻ പറ്റിയെന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. അതിനേക്കാൾ വലിയ ചോദ്യം, സോണിയാഗാന്ധി കൈ നീട്ടിക്കൊടുത്തു, കയ്യിൽ ഇത് കെട്ടിക്കൊടുത്തു. എങ്ങനെ ഇത് സംഭവിച്ചു? എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ എത്താനുണ്ടായ വഴി? ആരാണ് അതിൻ്റെ കിങ് പിൻ? തിരുവനന്തപുരത്ത് നിന്ന് ഈ സ്വർണം കൊടുത്തിട്ട് പണം വാങ്ങിയ ഉന്നതൻ ആരാണ്? തന്ത്രിയാണോ? തന്ത്രിയാണെന്നാണ് KC രാജഗോപാൽ എന്ന ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലോ മറ്റേ മത്സരിച്ച് വോട്ട് കുറഞ്ഞു പോയ പഴയ MLA, പത്തനംതിട്ട ജില്ലയിലുള്ള പഴയ MLA ആയ CPMന്റെ വലിയ നേതാവായിട്ടുള്ള നല്ല പ്രായമുള്ള സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള KC രാജഗോപാൽ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ഇന്നലെ ചാനലിൽ പറഞ്ഞത് ദൈവതുല്യമായിട്ടുള്ള വ്യക്തി തന്ത്രിയാണ്, രാജീവ് കണ്ഠരരു ആണ്. ഞാൻ പറയുന്നതല്ല, അതുകൊണ്ട് ഇതിനകത്ത് കേസും വഴക്കൊന്നും വേണ്ട, എൻ്റെ അഭിപ്രായമല്ല, പറഞ്ഞത് കോട്ട് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു മാത്രം. അപ്പൊ രാജീവ് കണ്ഠരരു ആണ് ഇതിന്റെ ദൈവം പോലെയുള്ള പ്രതി ഒന്നാമൻ എന്ന് KC രാജഗോപാൽ പറയുമ്പോൾ, തിരുവനന്തപുരത്ത് ഒരു ഉന്നതൻ വിഗ്രഹങ്ങളും ഈ പഞ്ചലോകവും എല്ലാം എന്തൊക്കെയോ കൊടുക്കാൻ പറ്റും അതെല്ലാം കൊടുത്തിട്ടാണ് പണം വാങ്ങിയെന്ന്, അതൊരു ഹോട്ടലിൽ വെച്ചാണ് നടന്നതെന്ന് ദുബായ് വ്യവസായി പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞതായി രമേശ് ചെന്നിത്തല കത്ത് കൊടുക്കുമ്പോൾ, ഇത് വളരെ ഗൗരവതരമായ അന്വേഷണത്തിലേക്ക് പോകണം. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് SITയുടെ പ്രാഥമിക റിപ്പോർട്ട്, ഇപ്പോൾ രണ്ടാമത്തെ റിപ്പോർട്ട് മറ്റാണ്. ഈ റിപ്പോർട്ട് ഹൈക്കോടതി വരുമ്പോൾ എന്താണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, റിപ്പോർട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, അതിലെന്തെങ്കിലുമൊക്കെ പുറത്ത് കിട്ടും. ഓപ്പൺ കോർട്ടിലാണെങ്കിൽ ആണ് മൊത്തം കിട്ടും, അല്ല ഇനി ഓപ്പൺ കോർട്ടിലല്ല എങ്കിൽ എല്ലാം കിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ. അതും ഈ അന്വേഷണത്തെ നേരായ വഴിയിൽ നയിക്കുമോ? ജനുവരി ആകാൻ പോകുന്നു, 2 ദിവസം കഴിയുമ്പോൾ ജനുവരിയായി, ഇന്ന് 30ആണ്, 31 കഴിഞ്ഞ് ജനുവരി വരും. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ കേസ്, ഈ അദ്ദേഹം കൊടുത്തുള്ള പെറ്റീഷൻ ഹൈക്കോടതി പരിശോധിക്കും. അപ്പോൾ CBIയിൽ ഈ കേസ് വിടാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. അങ്ങനെ CBI വന്നാലും അത് കോടതിയുടെ നിരീക്ഷണത്തിൽ CBI വരുമോ എന്നുള്ളതാണ് ഒരാശങ്ക. അല്ലെങ്കിൽ CBI ഇത് വലിച്ചഴച്ച് എല്ലാ കാലത്തേക്കും കൊണ്ടുപോകുമോ, സെറ്റാക്കുമോ? കാരണം ഇതിനകത്ത് സോണിയാഗാന്ധി, പിണറായി വിജയൻ, കടകംപള്ളി സുരേന്ദ്രൻ, പിന്നെ തന്ത്രി, വലിയ പ്രമുഖരായ മുതലാളിമാർ, വലിയ വലിയ ടീമുകളുണ്ട്. ഒരു കാര്യം കൂടെ പറയാം ഞാൻ അവസാനമായിട്ട്. കേരളത്തിൽ നാളിതുവരെ അന്വേഷിച്ച കേസുകളൊന്നും, അത് പോളക്കുളം കേസാകട്ടെ, സുകുമാരക്കുറുപ്പിന്റെ കേസാകട്ടെ, ചേകന്നൂർ മൗലവിയെ കാണാതായ കേസാകട്ടെ, ശബരിമല തീവച്ച കേസാകട്ടെ, അതിജീവിതയുടെ കേസാകട്ടെ, TP ചന്ദ്രശേഖരന്റെ കേസാകട്ടെ, കേരളത്തിൽ പിന്നെ അതുപോലെ തന്നെ ഫ്രാങ്കോ അച്ഛന്റെ കേസാകട്ടെ, നടന്ന വേറെ സ്ഥലത്താണെങ്കിലും കേരളത്തിലുള്ള കന്യാസ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കേരളത്തിലുള്ളവരും ഉണ്ടല്ലോ, ഇതെല്ലാം, അഭയ കേസാകട്ടെ, കിളിരൂറിന്റെ കേസാകട്ടെ, കിളിരൂർ പെൺകുട്ടിയെ കൊന്ന കേസാകട്ടെ, റേപ്പ് ചെയ്ത് കൊന്ന കേസാകട്ടെ, അവരെ കുടുംബം ആത്മഹത്യ ചെയ്ത കേസാകട്ടെ, ഇങ്ങനെ വൻകിട കേസുകളെല്ലാം തന്നെ, വിവാദമായ കേസുകളെല്ലാം തന്നെ, പ്രമാദമായ കേസെന്നാണ് പറയുന്നത്, പ്രമാദമായ കേസുകളെല്ലാം തന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അന്വേഷണം മരവിച്ചും ആ പ്രധാന പ്രതികളെ മാത്രം പിടിക്കുകയും പ്രേരിപ്പിച്ചവരെ, പിന്നിൽ നിന്നവരെ, അണിയറയിൽ നിന്നവരെ നാളിതുവരെ പിടിക്കാതെയും ചെയ്തിട്ടുള്ള വലിയ ഒരു കേരളമാണ് നമ്മുടേത്. അതുകൊണ്ട് അങ്ങനെ ശബരിമലയുടെ കേസിലും ഇങ്ങനെയൊക്കെ ഇത് കോംപ്രമൈസും സെറ്റുമായാലും ഹിന്ദുക്കൾ ഒരു പുണ്ണാക്കം ചെയ്യാൻ പോകുന്നില്ല. ഹിന്ദുക്കൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അത് രാഷ്ട്രീയമായ സമവാക്യങ്ങളിലും ഉദ്യോഗസ്ഥ സമവാക്യങ്ങളിലും സമ്പന്നർ ചെയ്തിട്ടുള്ള, ഒരു വരേണ്യവർഗം ചെയ്തിട്ടുള്ള തെറ്റ് പൊറുക്കാം എന്ന് പറയുന്ന ഒരു കോമൺ തിയറിയുണ്ട്. ചെയ്തത് വലിയ ആളല്ലേ, സായിപ്പല്ലേ, നമുക്ക് പുറത്തു കളയാം എന്ന് പറയുന്നൊരു തിയറിയുണ്ട്. ആ തിയറിയിൽ ഇതും കൂടി പെട്ടു പോകുമോ?